ത്രിയേക ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ കർത്താവിൻ്റെ പുനരുദ്ധാന പെരുന്നാളിൻ്റെ സന്തോഷം ആസ്വദിക്കുന്ന ഈ നാളുകളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചില വ്യക്തമായ സന്ദേശങ്ങളും ഉൾക്കാഴ്ചകളും നമ്മുടെ മനസ്സിന് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം തൻ്റെ ശിഷ്യന്മാർക്ക് പല പ്രാവശ്യം ക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നത് വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. യേശുവിൻ്റെ ആ പ്രത്യക്ഷപ്പെടലുകളിലെല്ലാം ഒത്തിരിയേറെ സന്ദേശങ്ങൾ, ഉൾക്കാഴ്ചകൾ അടങ്ങിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ക്രിസ്തുവിൻ്റെ ആദ്യത്തെ പ്രത്യക്ഷപ്പെടൽ നടക്കുന്നത് നമുക്കറിയാം മറിയയുടെ അടുക്കലാണ് എന്ന് കാണുവാൻ സാധിക്കും. മറിയയുടെ അടുക്കലുള്ള ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷപ്പെടലും അതിനോട് ചേർന്ന് നടക്കുന്ന ചില സംഭവ വികാസങ്ങളും അതിൽ നിന്ന് നമുക്ക് ചില ധ്യാന ചിന്തകൾ ഇന്ന് നൽകട്ടെ എന്ന് ദൈവാത്മാവിൽ പ്രത്യാശിക്കുകയാണ്. ഞാൻ തിരഞ്ഞെടുക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 18 വരെയുള്ള വേദഭാഗമാണ്. മറിയ കല്ലറയ്ക്കലെത്തി പുറത്ത് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. എന്തുകൊണ്ടാണ് മറിയ കരയുന്നത്? മറിയ കരയാൻ കാരണമുണ്ട്. ക്രിസ്തു മറിയയ്ക്ക് ഏറ്റവും സ്നേഹമുള്ള, ഇഷ്ടമുള്ള ഒരു വ്യക്തിയായിരുന്നു. ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ദുരന്തങ്ങളെ ഓർത്ത് ഏറ്റവും വേദനിക്കുന്ന ഒരു വ്യക്തിയാണ് മറിയ. ക്രിസ്തു എന്ന നല്ല മനുഷ്യനെ ഒത്തിരിയേറെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു സ്ത്രീ. ക്രിസ്തുവിലെ ദൈവത്വത്തെ എത്രമാത്രം മറിയ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നത് സംശയമാണ്. ക്രിസ്തു ഒരു ദൈവം എന്നുള്ള നിലയിൽ എന്നതിനേക്കാൾ ഉപരി മറിയ ക്രിസ്തുവിനെ ആഴമായി മനസ്സിലാക്കുന്നത് ഒരു നല്ല മനുഷ്യസ്നേഹിയായിട്ടാണ് ക്രിസ്തുവിനെ മനസ്സിലാക്കുന്നത്. തന്നെയും തൻ്റെ കുടുംബത്തെയും ആഴമായി സ്നേഹിച്ച ഒരാളായി ക്രിസ്തുവിനെ മറിയ മനസ്സിലാക്കുന്നു. അതോടൊപ്പം ഒത്തിരിയേറെ നന്മകളുടെ ഉറവിടമായ ഒരു വ്യക്തിത്വമായി ക്രിസ്തുവിനെ മറിയ മനസ്സിലാക്കുന്നു. ഒത്തിരിയേറെ വാല്യൂസ് ഉള്ള ഒരു കഥാപാത്രമായി, ഒരു വ്യക്തിയായി ക്രിസ്തുവിനെ മറിയ മനസ്സിലാക്കുന്നു. അതിൻ്റെ അപ്പുറത്തേക്ക് മറിയയുടെ മനസ്സിലാക്കലിൽ ക്രിസ്തുവിലെ ദൈവത്വ ഭാവങ്ങൾ ഒന്നും കടന്നു വരുന്നില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എൻ്റെ സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെയാണ് മറിയ ക്രിസ്തുവിൻ്റെ കല്ലറയ്ക്കൽ വന്ന് നിന്ന് കരയുന്നത്. കാരണം ഒരു വിശ്വാസിയുടെ കാഴ്ചപ്പാടും സമീപനവുമായിരുന്നു ക്രിസ്തുവിനോട് മറിയയ്ക്കുണ്ടായിരുന്നത് എങ്കിൽ, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ചുള്ള തിരിച്ചറിവിലുള്ള ഒരു സമീപനമായിരുന്നു മറിയയ്ക്കുണ്ടായിരുന്നത് എങ്കിൽ, ക്രിസ്തുവിൻ്റെ കല്ലറ എന്നത് അത് കണ്ണുനീരിൻ്റെ ഒരു കല്ലറയല്ല, അത് വിലാപത്തിൻ്റെ കല്ലറയല്ല, അത് സങ്കടത്തിൻ്റെ കല്ലറയല്ല, മറിച്ച് പ്രത്യാശയുടെ കല്ലറയാണ് എന്ന തിരിച്ചറിവ് മറിയയ്ക്കുണ്ടായേനെ. ക്രിസ്തുവിൻ്റെ കല്ലറ ഒരിക്കലും ഒരു നിരാശയുടെ കല്ലറയല്ല. ക്രിസ്തുവിൻ്റെ കല്ലറ സങ്കടങ്ങളുടെ കല്ലറയല്ല. ക്രിസ്തുവിൻ്റെ കല്ലറ ഉയർപ്പിൻ്റെ കല്ലറയും പ്രത്യാശയുടെ കല്ലറയുമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കണം. എൻ്റെ സഹോദരങ്ങളെ, ഇത് തന്നെയാണ് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ്റെ കല്ലറയുടെയും അവസ്ഥ എന്നത്. നമ്മളൊക്കെ കല്ലറകളുടെ മുന്നിൽ നിന്നുകൊണ്ട് കരയുന്നവരാണ്. നമ്മളുടെ മരിച്ചുപോയവരെ കുറിച്ച് ഓർത്ത് കരയുന്നവരാണ്. നമ്മിൽ നിന്ന് വേർപെട്ടു പോയ ബന്ധങ്ങളെ ഓർത്ത് വേദനിക്കുന്നവരാണ് നാം. ഇവിടെയൊക്കെ നാം ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ അധിഷ്ഠിതമായി ചിന്തിക്കുന്നവരാണ് എങ്കിൽ, ക്രിസ്തുവിലെ ദൈവത്വത്തെക്കുറിച്ചുള്ള തിരിച്ചറിവിൽ നിന്നുകൊണ്ട് ധ്യാനിക്കുന്നവരാണ് എന്നുണ്ട് എങ്കിൽ, തീർച്ചയായിട്ടും നമുക്ക് കരയാൻ കഴിയില്ല. അത് പ്രത്യാശയുടെ അനുഭവമായി മാറുമെന്നതാണ്. മറിയയെ സംബന്ധിച്ച് ക്രിസ്തു ഒരു നല്ല മനുഷ്യൻ മാത്രമായിരുന്നു എന്നതുകൊണ്ട് ക്രിസ്തുവിൻ്റെ മരണം, ആ മരണത്തെ ഓർത്ത് മറിയയുടെ മനസ്സിലുള്ളത് സങ്കടമാണ്. അതുകൊണ്ട് തന്നെ മറിയ അവിടെ നിന്ന് കരയുകയാണ്. കരയുന്ന സമയത്ത് മാലാഖമാരും മറിയയോട് ചോദിക്കുന്നുണ്ട്, മറിയ, നീ എന്തിനാണ് കരയുന്നത് എന്ന്. അതുപോലെ തന്നെ പിന്നീട് യേശു മറിയയുടെ അടുക്കൽ വരുമ്പോൾ യേശുവും മറിയയോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് കരയുന്നത് എന്ന്. രണ്ടു കൂട്ടർ മറിയയുടെ അടുക്കൽ ഈ ചോദ്യം ചോദിക്കുകയാണ്. ഒന്ന്, മാലാഖമാർ മറിയയോട് ചോദിക്കുന്നു, നീ എന്തിനാണ് കരയുന്നത്. രണ്ട്, യേശു മറിയയോട് ചോദിക്കുന്നു, നീ എന്തിനാണ് കരയുന്നത്. എന്തുകൊണ്ടാണ് ഇവർ രണ്ടുപേരും മറിയയോട് കരയുന്നത് എന്തിനാണെന്ന് ചോദിക്കുന്നത്? അതിന് കാരണമുണ്ട്. അവർ ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ ഉൾക്കൊള്ളുന്നവരാണ്. അതുകൊണ്ടാണ് ക്രിസ്തുവിലെ ദൈവത്വത്തെ പൂർണ്ണമായും തിരിച്ചറിയുന്നവരാണ് മാലാഖമാർ. അതുപോലെ തന്നെ യേശു തന്നെയാണെങ്കിലുമോ
താനായിരിക്കുന്ന അവസ്ഥ എന്നത് ഉയർത്തെഴുന്നേറ്റ അവസ്ഥയാണ്, മരിച്ച് അടക്കപ്പെട്ട അവസ്ഥയല്ല എന്നുള്ള തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് ക്രിസ്തു സംസാരിക്കുന്നത്. അതുകൊണ്ട് ഈ രണ്ടു കൂട്ടരുടെയും സംഭാഷണം ഒരു അഭൗമിക തലത്തിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ ഒരു സ്വർഗീയ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട്, സ്വർഗീയമായൊരു തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ്. മറിയ ചിന്തിക്കുന്നത് ഭൂമിയിൽ നിന്നുകൊണ്ടാണ്. ഒരു മനുഷ്യന്റെ കണ്ണിൽ നിന്നുകൊണ്ട്, മാനുഷികമായ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് ക്രിസ്തുവിന്റെ ഉയർപ്പിനെ വീക്ഷിക്കുകയാണ് മറിയ എന്നുള്ളതാണ്. സഹോദരങ്ങളെ, നമ്മളും ഈ ഉയർപ്പിന്റെ പെരുന്നാളിനെ സമീപിക്കുമ്പോൾ, ഉയർപ്പിന്റെ ശുശ്രൂഷയെ നമ്മൾ ഉൾക്കൊള്ളുവാനായിട്ട് ശ്രമിക്കുമ്പോൾ, നമ്മുടെ മനസ്സിലും ഈ രണ്ട് കാഴ്ചപ്പാടുകൾ ഉണ്ട് എന്നതാണ് എൻ്റെ വ്യക്തിപരമായ ഒരു ചിന്ത. എന്തൊക്കെയാണ് നമ്മൾ ചിന്തിക്കുക? നമ്മൾ ചിന്തിക്കുന്ന ഒരു തലം തികച്ചും മാനുഷികമായ തലമാണ്. ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് നമുക്ക് ചില വാല്യൂസ് നിറഞ്ഞ സന്ദേശങ്ങൾ നൽകുന്നുണ്ട്, ശരിയാ. ഒരു നല്ല മനുഷ്യനായി ജീവിക്കാനുള്ള ചില സന്ദേശങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്, ശരിയാ. അങ്ങനെ ഒത്തിരിയേറെ കാഴ്ചപ്പാടുകൾ നമുക്ക് നൽകുന്നുണ്ടെങ്കിലും അതിനെ ക്രിസ്തു എന്ന ദൈവത്വത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ തലമായി, അതിനെ ഒരു ആത്മീയതയുടെ ഉന്നതമായ പ്രഖ്യാപനമായി തിരിച്ചറിയുവാൻ നമ്മൾ എത്ര പേർക്ക് കഴിയുന്നുണ്ട്? മറിയയുടെ കണ്ണുകളാണ് നമുക്ക് എപ്പോഴും ഉള്ളത്. ഭൂമിയിൽ നിന്നുകൊണ്ട് ക്രിസ്തുവിനെ കാണുന്നവർ, ഭൂമിയിൽ നിന്നുകൊണ്ട്, നമ്മുടെ പ്രതലങ്ങളിൽ നിന്നുകൊണ്ട് ക്രിസ്തുവിനെ കാണുന്നവർ, ദൈവത്വത്തിന്റെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് ക്രിസ്തുവിനെ കാണുന്ന തലം നമ്മൾ പലപ്പോഴും കുറഞ്ഞു വരുന്നു എന്നുള്ളത് ഈ കാലഘട്ടത്തിന്റെ അപകടമാണ്. യേശുവിന്റെ ശിഷ്യന്മാരെല്ലാം ക്രിസ്തുവിലെ ദൈവത്വത്തിൽ നിന്നുകൊണ്ട് കണ്ടവരായിരുന്നുവെങ്കിലും ഇന്ന് നമ്മെ നയിക്കുന്ന വ്യക്തികൾ പോലും, സഭയെ നയിക്കുന്ന പല പുരോഹിതന്മാർ പോലും പലപ്പോഴും ക്രിസ്തുവിന്റെ വാല്യൂസ്, ജീവിത മൂല്യങ്ങൾ ഉയർത്തി കാണിച്ച് പഠിപ്പിക്കുവാൻ ശ്രമിക്കുന്നുവെങ്കിലും ക്രിസ്തുവിന്റെ ദൈവത്വത്തെ കുറിച്ചുള്ള തിരിച്ചറിവും ആഴമായ വിശ്വാസവും പലർക്കും ഇല്ല എന്നുള്ളതാണ് സഭ ഈ കാലഘട്ടത്തിൽ നേരിടുന്ന അപകടകരമായ ഒരനുഭവം എന്നുള്ളത് പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട്. എന്തു തന്നെയായിരുന്നാലും മറിയ കരയുകയാണ്. അവൾ മാനുഷികമായി നിന്നുകൊണ്ട് കരയുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, എന്നിട്ട് യേശു അവളുടെ അടുക്കൽ വന്ന് ചോദിക്കുകയാണ്, സ്ത്രീ, എന്തിനാണ് കരയുന്നത്? നീ ആരെ തിരയുന്നു? ഉടനെ തന്നെ മറിയ ക്രിസ്തുവിനോട് ചോദിക്കുന്ന ചോദ്യം വളരെ രസകരമാണ്. യജമാനനെ, നീ അവനെ എടുത്തുകൊണ്ട് പോയെങ്കിൽ അവനെ എവിടെ വെച്ചു എന്ന് പറഞ്ഞു തരിക. അവൻ എവിടെയാണ് എന്ന് മറിയ അന്വേഷിക്കുകയാണ്. ആരോടാണ് ഇത് ചോദിക്കുന്നത്? ക്രിസ്തുവിനോടാണ് അവൾ ചോദിക്കുന്നത്. അവൾ ആരെ അന്വേഷിക്കുന്നുവോ ആ വ്യക്തിയോട് മറിയ ചോദിക്കുകയാണ്, യേശു എവിടെ? യേശുവിനോട് തന്നെ മറിയ ചോദിക്കുകയാണ്, യേശു എവിടെയാണ് എന്ന്. ഇത് വളരെ രസകരമായ ഒരു 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 അവസ്ഥയാണ് എന്ന് എൻ്റെ മനസ്സിൽ തോന്നുകയാണ്. യേശുവിനോട് തന്നെ യേശു എവിടെ എന്ന് ചോദിക്കുന്ന മറിയയുടെ കാഴ്ചപ്പാടും സ്വഭാവവുമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. യേശുവിനോട് തന്നെ യേശു എവിടെ എന്ന് ചോദിക്കുന്ന അനുഭവം. സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത്? യേശുവിനെ തിരിച്ചറിഞ്ഞില്ല എന്നുള്ളത് കൊണ്ടാണ്. പലപ്പോഴും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും ദൈവത്തോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്ന സ്വഭാവമുള്ള ആളുകളാണ് നമ്മൾ. ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, രോഗങ്ങളും ദുഃഖങ്ങളും വേദനകളും സങ്കടങ്ങളും നമുക്ക് സംഭവിക്കുമ്പോൾ ക്രിസ്തുവിനോട് നമ്മൾ ഒത്തിരി ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ക്രിസ്തുവേ, എന്തുകൊണ്ടിങ്ങനെ? ക്രിസ്തുവിനോട് നാം ചോദിക്കുന്ന ചോദ്യങ്ങൾ സത്യത്തിൽ ഉത്തരം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. മറിയയുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. അവളുടെ ക്വസ്റ്റ്യൻ എന്താണോ അതിന്റെ ആൻസർ ആണ് ക്രിസ്തു. ആ ആൻസർ അവളുടെ മുൻപിലുണ്ട്. ആ ഉത്തരത്തോടാണ് അവൾ ചോദ്യം ചോദിക്കുന്നത്. അവൾക്ക് എന്തുത്തരമാണോ കിട്ടേണ്ടത് അതിനോട് ചോദ്യം ചോദിക്കുന്ന മറിയാണ് നമുക്ക് കാണാൻ സാധിക്കും. നമ്മളുടെ ഉത്തരങ്ങൾ, നമ്മുടെ ചോദ്യങ്ങൾ പലപ്പോഴും ഈ തരത്തിലുള്ള ചോദ്യങ്ങളല്ലേ. ഒരു രോഗമുണ്ടാകുന്ന സമയത്ത് പലരും ചോദിക്കും, ദൈവമേ, എന്തുകൊണ്ട് എനിക്ക് ഈ രോഗം തന്നു? ഉത്തരം നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ ഈ ഉത്തരത്തോടാണ് നമ്മൾ ഈ ചോദ്യം ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ രോഗങ്ങൾ ഉണ്ടായത്? വേദപുസ്തകം പരിശോധിച്ചാൽ ഒരു വ്യക്തി രോഗിയായി തീരുന്നതിന്റെ കാരണങ്ങൾ എന്താ എന്ന് വളരെ വ്യക്തമായി അരുളി ചെയ്യുന്നുണ്ട്. ഒരുവന്റെ പാപം ഒരുവനെ രോഗിയാക്കി തീർക്കുന്നുണ്ട്. ഒരുവന്റെ മുറിവുകൾ ഒരുവനെ രോഗിയാക്കി തീർക്കുന്നുണ്ട്. അതുപോലെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ, വളർന്നു വരുന്ന സാഹചര്യങ്ങൾ അവനെ രോഗിയാക്കി തീർക്കുന്നുണ്ട്. നമ്മുടെ തന്നെ മുന്നിൽ ഉത്തരങ്ങളുണ്ട്. പല ചോദ്യങ്ങൾക്കും ഉത്തരം നമ്മുടെ മുന്നിൽ തന്നെയുണ്ട്. പക്ഷേ ആ ഉത്തരത്തോട് തന്നെ നമ്മൾ ചോദിക്കുകയാണ്, എവിടെയാണ് ഉത്തരം എന്നുള്ളത്. എൻ്റെ സഹോദരങ്ങളെ, ഇത് വളരെ രസകരമായ ഒരു അനുഭവമാണ് എന്നുള്ളത് നമ്മൾ ഓർക്കണം. അതുപോലെ തന്നെ ചിലരുടെ പ്രാർത്ഥന, ഞാൻ വളരെ രസകരമായി കേൾക്കാറുള്ള പ്രാർത്ഥനയുണ്ട് ചിലരുടേത്. ചിലരൊക്കെ ദൈവത്തോട് പ്രാർത്ഥിക്കും, ദൈവമേ, എൻ്റെ ജീവിതത്തിൽ എൻ്റെ കോപമെന്ന ശീലം മാറാനുള്ള കൃപ നീ എനിക്ക് തരണമേ.
ചിലർ പ്രാർത്ഥിക്കും, ദൈവമേ ഇന്ന് എനിക്കുള്ള മദ്യപാനത്തിന്റെ ശീലം മാറാനുള്ള കൃപ നീ എനിക്ക് തരണമേ. ഈ ചോദ്യം പ്രാർത്ഥന കേട്ട് കഴിഞ്ഞാൽ തോന്നും ദൈവം കൃപ കൊടുക്കാത്തത് കൊണ്ടാണ് ഇവരുടെ ഈ ശീലം മാറാത്തത് എന്ന്. പക്ഷെ ദൈവം കൃപ കൊടുക്കാത്തതിന്റെ കുഴപ്പമല്ല, മറിച്ച് ദൈവത്തിന്റെ കൃപ അവരുടെ ബലഹീനതയിൽ ഉണ്ട് എന്ന് തിരിച്ചറിയുന്നില്ല അവർ. ആ തിരിച്ചറിവില്ലായ്മയാണ് സത്യത്തിൽ അവരുടെ പ്രശ്നം. എന്താണ്? പാപം വർദ്ധിക്കുന്നിടത്ത് കൃപ വരുന്നു എന്നതാണ് ദൈവവചനം. പാപം വർദ്ധിക്കുന്നിടത്ത് കൃപ വരുന്നുണ്ട്. പക്ഷേ സത്യത്തിൽ നമ്മുടെ ബലഹീനതകളെ അതിജീവിക്കുവാനുള്ള കൃപ നമ്മിൽ തന്നെ ഉണ്ട് എന്ന് തിരിച്ചറിവില്ലാതെ നാം വീണ്ടും കൃപയ്ക്ക് വേണ്ടി അന്വേഷിക്കുകയാണ്. സത്യത്തിൽ മറിയ ചെയ്യുന്നതാണ്. യേശുവിനോട് തന്നെ യേശു എവിടെ എന്ന് ചോദിക്കുന്ന മറിയ. കാരണം എന്താ? മുന്നിൽ നിൽക്കുന്നവൻ യേശു ആണ് എന്ന തിരിച്ചറിവില്ല. തൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം തൻ്റെ മുന്നിലുണ്ട് എന്ന തിരിച്ചറിവില്ല. നമ്മുടെ പ്രാർത്ഥനകളുടെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ചോദ്യങ്ങളിൽ ഈ തിരിച്ചറിവില്ലായ്മയുടെ ഒരു പ്രശ്നം നിരന്തരം നേരിടാറുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണമെന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് കണ്ടെത്താം എന്താണ് നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ. നമ്മളുടെ ചോദ്യങ്ങൾ അപ്രകാരമുണ്ടെങ്കിൽ നമ്മുടെ മുന്നിലുള്ള ആൻസറിനെ തിരിച്ചറിയുക, ക്രിസ്തുവാകുന്ന ഉത്തരത്തെ തിരിച്ചറിയുക. ക്രിസ്തു സകല ചോദ്യങ്ങൾക്കും ഉത്തരമാണ്. ക്രിസ്തുവാകുന്ന ആൻസറിനെ തിരിച്ചറിയാനായിട്ട് നമുക്ക് കഴിഞ്ഞാൽ പിന്നെ ചോദ്യങ്ങൾ നമ്മിൽ നിന്ന് അധികം ദൈവത്തോടുണ്ടാകില്ല. ഈ ഒരു ഉൾക്കാഴ്ചയും തിരിച്ചറിവും നമുക്കുണ്ടാകണം നമ്മുടെ പ്രാർത്ഥനകളുടെ നടുവിൽ എന്നതാണ്. അടുത്തതായി മറിയയ്ക്ക് ക്രിസ്തുവിനോടുള്ള പ്രതികരണങ്ങളാണ്. ക്രിസ്തുവിനെ അവൾ ഓരോ ഘട്ടത്തിലും ഓരോ തരത്തിലാണ് തിരിച്ചറിയുന്നത്. ആദ്യം ക്രിസ്തുവിനെ കണ്ട മാത്രയിൽ അവളുടെ തിരിച്ചറിവ് അവനൊരു തോട്ടക്കാരനാണ് എന്നുള്ള തിരിച്ചറിവാണ്. അതിനുശേഷം രണ്ടാമത് അവൾ ചോദ്യത്തിലേക്ക് വരുമ്പോൾ അവൾ ഇങ്ങനെ ചോദിക്കുന്നത് യജമാനനെ എന്നാണ് സംബോധന ചെയ്യുക. എന്നാൽ യേശു അവളോട് മറിയേ എന്ന് വിളിച്ചപ്പോൾ അവൾ തിരിഞ്ഞു നിന്ന സമയത്ത് അവൾ തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്ന ഒരു പദമുണ്ട്, റബ്ബൂനി എന്ന് പറഞ്ഞു. അത് വളരെ അഫെക്ഷനേറ്റ് ആയിട്ടുള്ള ഒരു പദമാണ്. ക്രിസ്തുവുമായിട്ടുള്ള ഒരു ആഴമായ ബന്ധത്തിൽ നിന്നുകൊണ്ട് ക്രിസ്തുവിനെ വിളിക്കുന്ന ഒരു പദമാണ്. റബൂനി എന്ന പദത്തിന് ഗുരു എന്നാണ് അർത്ഥം, ടീച്ചർ എന്നുള്ളതാണ് അർത്ഥം. പക്ഷേ റബൂനി എന്ന പദത്തിന് യഥാർത്ഥത്തിൽ വെറും ഗുരു, ടീച്ചർ എന്നുള്ളത് മാത്രമല്ല അർത്ഥം, മൈ ഡിയർ ടീച്ചർ എന്ന ഒരു അർത്ഥമാണ് നമ്മൾ ഗ്രീക്ക് പരിശോധിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത്. എനിക്ക് ഏറ്റവും സ്നേഹമുള്ള എൻ്റെ അധ്യാപകൻ എന്നുള്ള പദമാണ്. അപ്പോൾ റബൂനി എന്നതിനകത്ത് രണ്ട് തലങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ഒന്ന് എൻ്റെ ഗുരു എന്നുള്ള തിരിച്ചറിവും അതോടുകൂടെ ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന എൻ്റെ അധ്യാപകൻ എന്നുള്ള തിരിച്ചറിവും ഉണ്ട് എന്നതാണ്. അപ്പോൾ മറിയ ക്രിസ്തുവിനെ ഉൾക്കൊള്ളുമ്പോൾ ഓരോ സെക്കൻഡിലും ക്രിസ്തുവിനെ കുറിച്ചുള്ള അവരുടെ തിരിച്ചറിവുകളിൽ രൂപാന്തരം ഉണ്ടാകുന്നത് നമ്മളിവിടെ കാണുന്നു. ആദ്യ തിരിച്ചറിവ് തോട്ടക്കാരൻ എന്നത്, അതിൽ നിന്ന് പെട്ടെന്ന് അവൾ മാറുകയാണ് യജമാനൻ എന്ന തിരിച്ചറിവിലേക്ക്. യജമാനൻ എന്ന തിരിച്ചറിവിൽ നിന്ന് റബ്ബൂനി എന്ന തിരിച്ചറിവിലേക്ക് അവൾ വന്നെത്തുന്നു എന്നുള്ളതാണ്. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലും ക്രിസ്തുവിനോട് നമ്മൾ അടുത്തടുത്ത് വരുംതോറും ക്രിസ്തുവിനെ കുറിച്ചുള്ള തിരിച്ചറിവുകൾ നമ്മുടെ ഉള്ളിൽ വളർന്നു വന്നുകൊണ്ടിരിക്കും. ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിക്കാണ് ഈ തിരിച്ചറിവ് ഉണ്ടാവുക. ക്രിസ്തുവിൽ നിന്ന് അകന്ന് നിൽക്കുന്ന വ്യക്തിക്ക് ഈ തിരിച്ചറിവ് ഉണ്ടാകുന്നില്ല. ഇത് വളരെ സങ്കടകരമായ ഒരു അനുഭവമാണ്. വിശുദ്ധ കുർബാന നമുക്കെടുക്കാം. വിശുദ്ധ കുർബാനയിൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള തിരിച്ചറിവ് ഉണ്ടാകണമെങ്കിൽ, അല്ലെങ്കിൽ അതൊരു രഹസ്യമാണ് എന്ന് പിതാക്കന്മാർ പറയുന്നുണ്ട്. ഈ രഹസ്യം എങ്ങനെ വെളിപ്പെടുന്നു എന്നും പറയുന്നുണ്ട്. നമ്മൾ പെസഹായുടെ ദിവസം സുറിയാനി ആരാധനയിൽ പാടുന്ന ഗീതങ്ങളിൽ ഇങ്ങനെ പാടും, രഹസ്യം രഹസ്യം ഉടയോൻ അരുളി, രഹസ്യം എനിക്കും എൻ വീട്ടുകാർക്കും. അപ്പോൾ രഹസ്യത്തിന്റെ വെളിപ്പെടൽ സംഭവിക്കണമെങ്കിൽ വീട്ടുകാരനാകണമെന്നാണ് അവിടെ പറയുക. ക്രിസ്തുവിന്റെ വീട്ടുകാരനാകണം. വീട്ടുകാരൻ എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ഞാൻ എൻ്റെ വീട്ടുകാരനാണെന്ന് പറയുമ്പോൾ എന്താ? ഞാൻ എൻ്റെ വീട്ടിലുള്ളവരോട് നിരന്തരം ചേർന്ന് നിൽക്കുന്നവനായി മാറുമ്പോൾ, ക്രിസ്തുവിനോട് നിരന്തരം ചേർന്ന് നിൽക്കുന്നവനായി മാറുമ്പോൾ ക്രിസ്തുവിനെ കുറിച്ചുള്ള എൻ്റെ തിരിച്ചറിവുകൾ ഓരോ സെക്കൻഡിലും വർദ്ധിച്ചുകൊണ്ടിരിക്കും. അത് വിശുദ്ധ കുർബാനയുടെ വിഷയത്തിൽ അത് തന്നെയാണ്. ക്രിസ്തുവിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുമ്പോൾ വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള കുർബാനയിൽ ഏറ്റവും ക്ലോസ് പാർട്ടിസിപ്പേഷൻ, അല്ലെങ്കിൽ അതിൻ്റെ ഡീപ്പ് പാർട്ടിസിപ്പേഷൻ നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ഈ രഹസ്യത്തിന്റെ വെളിപ്പെടുത്തലുകൾ ഒത്തിരിയേറെ നമുക്കുണ്ടായിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. ഈ ദിവസം രാവിലെ ഞാൻ വിശുദ്ധ കുർബാന അർപ്പിച്ച പള്ളിയിൽ ഞാൻ ഇങ്ങനെ പറയുകയുണ്ടായി. അവിടെ ആളുകളൊക്കെ വളരെ ദൂരെ പോയി നിൽക്കുകയാണ്. കുർബാന തുടങ്ങുന്ന സമയത്ത് മുൻപിലൊക്കെ നിൽക്കാൻ ഒത്തിരിയേറെ സ്ഥലങ്ങളുണ്ട്. പക്ഷെ പള്ളിയുടെ ഏറ്റവും പുറകിൽ ഏറ്റവും മൂലയ്ക്ക് വന്ന് നിൽക്കുകയാണ്. ഞാൻ അവർ ചിലരോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഈ മൂലയ്ക്ക് ഏറ്റവും പുറകിൽ പോയി നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ക്രിസ്തുവിൽ നിന്ന് ഏറ്റവും അകന്ന് കഴിയുന്നത്ര നിൽക്കാൻ പറ്റുമോ അത്രയും അകന്ന്. അവിടെ ഒരു ഭിത്തി ഉള്ളത് കൊണ്ടാണ്.
അവർ പലരും ഭിത്തി തുളച്ച് പുറകോട്ട് പോകുമോ എന്ന് തോന്നിപ്പോകും. അത്രയേറെ ക്രിസ്തുവിൽ നിന്ന് അകന്നു നിൽക്കുന്നവർക്കൊന്നും ഒരിക്കലും ആരാധനയുടെ കുർബാനയുടെ രഹസ്യത്തെ വെളിപ്പെടുകയില്ല. ഇത് നമ്മൾ വളരെ ഗൗരവത്തോടെ ഉൾക്കൊള്ളേണ്ട, തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമാണ് എന്നത് ഓർക്കണം. അതുകൊണ്ട് ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്തോറും, നിരന്തര സമ്പർക്കം ഉണ്ടാകുന്തോറും നമ്മളുടെ തിരിച്ചറിവുകൾ, ക്രിസ്തുവിനെ പറ്റിയുള്ള നമ്മളുടെ തിരിച്ചറിവുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കും എന്നുള്ള ശക്തമായ ഒരു ബോധ്യവും ഉൾക്കാഴ്ചയുമാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്നത്തെ സന്ദേശത്തിലൂടെ നമുക്ക് നൽകുവാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്നുള്ളത്. മൂന്നാമതായി മറ്റൊരു ചിന്തയിലേക്ക് കൂടെ നമുക്ക് കടന്നു പോകാം. റബൂനി എന്ന തിരിച്ചറിവ് ക്രിസ്തുവിനെ കുറിച്ച് മറിയയ്ക്ക് ഉണ്ടായി കഴിയുമ്പോൾ ക്രിസ്തു മറിയോട് പറയുന്ന ഒരു കാര്യമുണ്ട്. അതിന്റെ 17-ാമത്തെ വാക്യം, എന്നെ നീ തൊടരുത്. എന്തുകൊണ്ടാണ് ക്രിസ്തു മറിയോട് അങ്ങനെ പറയുന്നത്? ക്രിസ്തുവിനെ തൊടരുത് എന്ന് മറിയോട് ആവശ്യപ്പെടുന്നതിന്റെ കാരണം എന്ത്? യേശു തന്നെ അതിന് പറയുന്ന ഒരു ഉത്തരമുണ്ട്. യേശു പറയുന്നു, ഞാൻ എൻ്റെ പിതാവിന്റെ അടുക്കലേക്ക് ഇതുവരെ കയറിപ്പോയിട്ടില്ല. പക്ഷേ ഒരു ദൗത്യം മറിയയിൽ ക്രിസ്തു ഏൽപ്പിക്കുകയാണ്. നീ എൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമായ എൻ്റെ അടുക്കലേക്ക് ഞാൻ കയറിപ്പോകുന്നു എന്ന് അവരോട് പറയുക എന്ന് പറയുകയാണ്. സത്യത്തിൽ എന്തുകൊണ്ടാണ് എന്നെ തുടരുത് എന്ന് ക്രിസ്തു പറയുന്നത്? ക്രിസ്തുവിന്റെ ആ സമയത്ത് ശരീരം എന്ന് പറഞ്ഞാൽ എന്താ? ക്രിസ്തുവിന്റെ ശരീരം ഉയർത്തെഴുന്നേറ്റ ശരീരമാണ്. ഉയർത്തെഴുന്നേറ്റ ശരീരം മഹത്വീകൃത ശരീരമാണ്. ഈ ഉയർത്തെഴുന്നേറ്റ ശരീരമാണ് വിശുദ്ധ കുർബാനയിൽ നാം ദർശിക്കുന്നത്. ക്രിസ്തുവിന്റെ ശരീരം അപ്പത്തിന്റെയും വീഞ്ഞിന്റെ രൂപത്തിൽ പള്ളിയിൽ കുർബാനയിൽ നാം കാണുമ്പോൾ ആ അപ്പത്തിൽ ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തുവിന്റെ പ്രസൻസ് ആണ് നമ്മൾ കാണുക. ആ ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേറ്റ ശരീരമാണ് കാണുക. അപ്പോൾ ഈ ഉയർത്തെഴുന്നേറ്റ ശരീരത്തെ സ്പർശിക്കുവാൻ അനുവാദമുള്ളത് ശിഷ്യന്മാർക്കാണ്, അപ്പോസ്തോലന്മാർക്കാണ്. പൗരോഹിത്യ പദവി ക്രിസ്തു പരമേൽപ്പിക്കുന്നവർക്കാണ് ഈ ശരീരത്തെ തൊടുവാനുള്ള അധികാരം ഉണ്ടാകുന്നുള്ളൂ. നമ്മൾ ഓർക്കണം, ഇവിടെ മറിയ ആ പൗരോഹിത്യ പദവിയിലേക്ക് പ്രവേശിക്കപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയല്ല. അതുകൊണ്ട് ക്രിസ്തു അവളോട് തുടരുത് എന്ന് പറയുകയാണ്. നമുക്കറിയാം, പിന്നീട് തോമസ് അപ്പോസ്തലനെ യേശു കാണുന്ന സമയത്ത് തോമസ് അപ്പോസ്തലനോട് പറയുന്നുണ്ട്, നീ വരിക, നീ വന്ന് എൻ്റെ കയ്യിൽ തൊട്ടുനോക്കൂ, എൻ്റെ വിലാവിൽ, എൻ്റെ മുറിവുകളിൽ നീ തൊട്ടുനോക്കുക എന്ന് പറയുന്നുണ്ട്. അവിടെ തോമസ് അപ്പോസ്തലൻ ഉൾപ്പെടെയുള്ള ശിഷ്യന്മാരോട്, അപ്പോസ്തലന്മാരോട് തന്റെ ശരീരത്തിൽ തൊടാൻ ക്രിസ്തു ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷെ മറിയോട് ആവശ്യപ്പെടുന്നില്ല. കാരണം എന്താ? ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ ശരീരത്തെ ജീവിച്ചിരിക്കുന്ന മൺമയനായ ഒരു വ്യക്തിക്ക് സ്പർശിക്കുവാൻ കഴിയണമെന്നുണ്ടെങ്കിൽ, തൊടാൻ കഴിയണമെന്നുണ്ടെങ്കിൽ അത് പുരോഹിതനാണ്, പൗരോഹിത്യ അധികാരമുള്ളവനാണ്. പക്ഷേ ഈ ശരീരത്തെ രുചിച്ചു നോക്കുവാൻ, സ്വീകരിക്കുവാൻ സകലർക്കും ക്രിസ്തു അനുവാദം കൊടുത്തു. അതുകൊണ്ട് യേശു പറയുന്നുണ്ട്, എൻ്റെ ശരീരം നിങ്ങൾ ഭക്ഷിക്കുവിൻ. സഹായയുടെ സമയത്ത് യേശു അങ്ങനെ പറയുന്നുണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം നടക്കുന്ന ഓരോ പ്രത്യക്ഷപ്പെടലുകളും വിശുദ്ധ കുർബാന വഴിയുള്ള ആ സന്ദേശത്തെ ശക്തമായി സമൂഹത്തിലേക്ക് പകരുന്ന, സംവേദനം ചെയ്യുന്ന തലമായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷമുള്ള ഓരോ പ്രത്യക്ഷങ്ങളും നടക്കുന്നത് ഇങ്ങനെയാ ഉപയോഗിച്ചിരിക്കുക പദം, ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ അല്ലെങ്കിൽ 8-ാം ദിവസം, ഇങ്ങനെയൊക്കെയുള്ള പദങ്ങളാണ് ഉപയോഗിക്കുക.